അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ തമ്പനയിലിൽ നിങ്ങൾ കണ്ടതുപോലെ അമ്പലം പൊളിച്ച് ഗ്യാൻവാപ്പി പള്ളി പണിഞ്ഞത് എന്തിനു വേണ്ടി, അതുപോലെ തന്നെ രാമക്ഷേത്രം പൊളിച്ച് എന്തിനാണ് ബാബരി മസ്ജിദ് പണിഞ്ഞത് എന്നതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഉണർത്തുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം, മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് ഇതര മത സമുദായത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാർ കേൾക്കാൻ പറ്റുന്ന ഏതൊക്കെ രൂപങ്ങളുണ്ടോ അവിടെയെല്ലാം ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം. കാരണം അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മൾ താമസിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ മറ്റ് രാഷ്ട്രങ്ങളിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം ജനാധിപത്യ മതേതരത്വ രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. എന്നാൽ ഇന്ന് അതെല്ലാം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ മതേതരത്വ ഇന്ത്യ ജനാധിപത്യ മതേതരത്വ രാജ്യമെന്ന് മറ്റുള്ള രാഷ്ട്രങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുകയും അവിടെയെല്ലാം ഇന്ത്യക്ക് വളരെയധികം വിലയുണ്ടാവുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്നും ഇന്ത്യയെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? ജനാധിപത്യ മതേതരത്വ ഇന്ത്യ അല്ല എന്ന രൂപത്തിലാണ്. കാരണം എന്താണ്? ഇന്ന് രാഷ്ട്രം ഭരിക്കുന്നവർ അതെല്ലാം തച്ചുടച്ചുകൊണ്ട് ഒരു മതത്തിൻ്റെ മാത്രം രാജ്യമാണ് ഇന്ത്യ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ഇന്ത്യക്ക് നാണക്കേടുണ്ടാവുകയാണ്. അതുമാത്രമല്ല, ഒരു മതത്തിൻ്റെ ആരാധനാലയങ്ങൾ തച്ചുടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. 4000 പള്ളികളാണ് അവർ ലിസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. തകർക്കണമെന്ന് പറഞ്ഞ് 4000 പള്ളികളുടെ ലിസ്റ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ആദ്യം ബാബരി മസ്ജിദ് തകർത്തു, അവിടെ രാമക്ഷേത്രം പണിഞ്ഞു. തൊട്ടുടനെ ഗ്യാൻവാപ്പി പള്ളി, ഗ്യാൻവാപ്പിയിലുള്ള മസ്ജിദ്, അവിടെ പൂജ നടത്താൻ വേണ്ടി അനുമതി വേണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുകയും അവർക്ക് താൽപര്യരായ ജഡ്ജി അവർക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുകയാണ്. എത്രയോ മോശമായ സംഭവമാണ് നടന്നത്. ഈ ജഡ്ജിയൊക്കെ എവിടെ പോയാണ് പഠിച്ചത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവർ പഠിച്ചിട്ട് എന്ത് കാര്യമാണ്? പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി സ്വന്തം ഇഷ്ടപ്രകാരം അവർ വിധി പുറപ്പെടുവിക്കുന്നു എങ്കിൽ അവർ ഏത് ജഡ്ജിയാണ്? എവിടുത്തെ ജഡ്ജിയാണ്? ഒരിക്കലും ആ ജഡ്ജിയെ മനുഷ്യനെന്ന് പോലും നമുക്ക് വിളിക്കാൻ പറ്റുകയില്ല. ആ രൂപത്തിലുള്ള വിധിയാണല്ലോ പുറപ്പെടുവിച്ചത്. കാരണം ഇന്ത്യയുടെ നിയമപ്രകാരം തന്നെ ഒരു മതത്തിൻ്റെ ആരാധനാലയത്തെയോ അവരുടെ വിശ്വാസങ്ങളെയോ തകർക്കുന്ന രൂപത്തിൽ ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നിയമമുള്ളതാണ്. ഈ നിയമമൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് 600 വർഷമായി മുസ്ലിമീങ്ങൾ ഇബാദത്ത് ചെയ്തിരുന്ന, 600 വർഷമായി മുസ്ലിമീങ്ങൾ നിസ്കരിച്ചിരുന്ന പള്ളി അമ്പലമായിരുന്നു എന്ന് പറഞ്ഞ് പിടിച്ചടക്കാൻ ശ്രമിക്കുന്നത്. പിടിച്ചടക്കുന്നെങ്കിൽ പിടിച്ചടക്കിക്കോട്ടെ. അവർ പിടിച്ചടക്കി എന്നതിൻ്റെ പേരിൽ നമ്മുടെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമുക്ക് ആ ഒരു പള്ളി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇസ്ലാമിനൊന്നും സംഭവിക്കാനുമില്ല. എന്നാൽ അതല്ലല്ലോ കാര്യം. അങ്ങനെ ചെയ്യൽ അനുവദനീയമല്ലല്ലോ. അങ്ങനെ ചെയ്യുന്നത് തെറ്റായ കാര്യമാണല്ലോ. മനുഷ്യർ പരസ്പരം പോരടിക്കാനും പരസ്പരം തകർന്നടിയാനും ഇന്ത്യ നശിച്ചു പോകാനും കാരണമാകുന്നതായതുകൊണ്ട് ഒരിക്കലും നമ്മൾ അത് അനുവദിച്ചുകൂടാ. അവർ പള്ളി പൊളിച്ചു എന്നതിൻ്റെ പേരിൽ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം അവർക്ക് ഇനി സ്ഥലമില്ലാത്തതിൻ്റെ അമ്പലം വെക്കാൻ സ്ഥലമില്ലാത്തതിൻ്റെ പേരിലാണെങ്കിൽ അവർ പൊളിച്ചെടുത്തോട്ടെ. പക്ഷേ അങ്ങനെ ചെയ്യൽ ഒരു നല്ല കാര്യമല്ലല്ലോ. അങ്ങനെ ഒരു മതത്തിൻ്റെ ആരാധനാലയം തകർത്തിട്ടാണോ ആരാധനാലയം പണിതിട്ട് അവർ ആരാധിക്കേണ്ടത്? വളരെയധികം മോശമായ പ്രവർത്തനമാണ് അവർ ചെയ്തത്. ഇനി അവിടെ പൂജയ്ക്ക് അനുമതി വാങ്ങിയിട്ട് ഇനി അത് കുറച്ചു നാൾ കഴിയുമ്പോൾ തകർത്ത് കളയുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത്. അൽഹംദുലില്ലാഹ്, ആ ഗ്യാൻവാപ്പി പള്ളി തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു വലിയ പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റു ചില നിയമങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതത് എന്ന് വിളിച്ചു പറയുന്ന സംഘികളും
BJP-ക്കാരും RSS-കാരും ഒക്കെ അതുപോലെ ഇതര മത സമുദായത്തിൽപ്പെട്ട ഓരോ സഹോദരന്മാരും അറിയേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണത്? ആരാധനാലയം പൊളിച്ചിട്ട് അവിടെ പള്ളി പണിതാൽ അവിടെ നമ്മൾ നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ ശരിയാവുകയില്ല. ഒരമ്പലം പൊളിച്ച് അവിടെ പള്ളി പണിഞ്ഞാൽ ആ പള്ളിയിൽ നിസ്കരിച്ചാൽ നിസ്കാരം എങ്ങനെയാണ് ശരിയാകുന്നത്? പിന്നെ എങ്ങനെയാ മുസ്ലിമീങ്ങൾ അമ്പലം പൊളിച്ച് പള്ളി പണിയാൻ പോകുന്നത്? ഒരു സ്ഥലത്തും അമ്പലം പൊളിച്ച് പള്ളി പണിഞ്ഞിട്ടില്ല. അങ്ങനെ പണിഞ്ഞാൽ അവിടെ നിസ്കാരം ശരിയാവുകയില്ല. മുസ്ലിമീങ്ങൾക്ക് അവിടെ നിസ്കരിക്കൽ അനുവദനീയമല്ല. എന്തിന്? ഒരാളുടെ ഒരു സ്ഥലം അത് കയ്യേറിയിട്ട് അവിടെ പള്ളി പണിഞ്ഞാൽ, അയാളുടെ അനുമതിയില്ലാതെ കയ്യേറി പള്ളി പണിഞ്ഞാൽ ആ സ്ഥലത്ത് അമ്പലവുമില്ല, വീടുമില്ല, കടയുമില്ല, ഒന്നുമില്ല. വിജനമായി കിടക്കുന്ന ഒരു ഭൂമി മറ്റൊരാളുടെ ഭൂമിയാണ്. അയാളുടെ അനുമതിയില്ലാതെ കയ്യേറിയിട്ട് അവിടെ ഒരു പള്ളി പണിഞ്ഞാൽ ആ പള്ളിയിൽ നിസ്കരിക്കൽ അനുവദനീയമല്ല. അവിടെ ഹറാമാണ് നിസ്കരിക്കൽ. അവിടെ നിസ്കരിക്കുന്ന ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അങ്ങനെയുള്ള ഒരു മതത്തിൻ്റെ അനുയായികൾ എങ്ങനെയാണ് ഒരു അമ്പലം പൊളിച്ചിട്ട് ഒരു പള്ളി പണിയുന്നത്? ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചുകൂടെ? ബുദ്ധിയുള്ള ഇതര മത സമുദായത്തിൽപ്പെട്ട ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും മറ്റു മതത്തിൽപ്പെട്ടവരായാലും ബുദ്ധിയുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ ഒരാളുടെയും ഒരു സെന്റ് സ്ഥലത്ത് പോലും, ഏക്കർ കണക്കിന് സ്ഥലം അവിടെ ഇരിക്കട്ടെ, ഒരു സെന്റ് സ്ഥലം പോലും പിടിച്ചടക്കി അവിടെ പള്ളി പണിതാൽ അവിടെ നിസ്കാരം ശരിയാകുന്നതല്ല. അവിടെയാണ് ഒരാളുടെ അനുമതിയില്ലാതെ അയാളുടെ സ്ഥലത്ത് കയറി ഒരു മുസല്ലയിട്ട് നിസ്കരിച്ചാൽ പോലും അവൻ്റെ നിസ്കാരം ഹറാമാണ്, അവൻ ചെയ്യുന്നത് ഹറാമാണ്, തെറ്റായ കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്ന നിഷിദ്ധമായ കാര്യമാണ്. അവൻ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ അനുയായികൾ, ആ മുസ്ലിമീങ്ങൾ ഒരിക്കലും അമ്പലം പൊളിച്ച് പള്ളി പണിയാൻ പോവുകയില്ല എന്ന് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഞാൻ ഉണർത്തുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ബാബരി മസ്ജിദും അവിടെ ഒരു അമ്പലവും പൊളിച്ചിട്ട് ബാബരി മസ്ജിദ് പണിതതല്ല, അമ്പലം പൊളിച്ചിട്ട് പണിതതേ അല്ല. നോക്കൂ, നമ്മൾ വിധി വന്ന സമയത്ത് നമ്മളൊക്കെ TV-യിലൂടെയും മൊബൈലിലൂടെയും ഒക്കെ ആ വാർത്ത കണ്ടതല്ലേ? വിധി വരാൻ പോയപ്പോൾ സുപ്രീം കോടതിയിൽ ഓരോ വാദമുഖങ്ങളിലും കോടതി തന്നെ അംഗീകരിക്കുന്നു അവിടെ അമ്പലമുണ്ടായിരുന്നു എന്നതിന് തെളിവൊന്നുമില്ല. മുമ്പ് രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല എന്നൊക്കെ സമ്മതിച്ച് അവസാനം പറയുന്നു അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ അമ്പലം പണിയാൻ അനുമതി കൊടുക്കുന്നു. കുറച്ച് 25 കിലോമീറ്റർ അപ്പുറത്തായി ഒരു 5 ഏക്കർ സ്ഥലം പള്ളിക്കും കൊടുക്കുന്നു എന്ന വിധി എന്ത് മണ്ടന്മാരുടെ വിധിയാണ്! ഇവർ എവിടുന്ന് പഠിച്ച ജഡ്ജിയാണ്? എന്ത് ജഡ്ജിമാരാണിവർ? ഇവർ ഏത് ലോ കോളേജിലാണ് ഇവർ പഠിച്ചത്? ഇവരെന്താണ് പഠിച്ചത്? ഇങ്ങനെയാണോ ഒരു വിധി പറയേണ്ടത്? വെറും മണ്ടന്മാരാണോ അപ്പോൾ സുപ്രീം കോടതിയിൽ കയറിയിരിക്കുന്നത്? സുപ്രീം കോടതിയിൽ ജഡ്ജി ആയിരിക്കുമ്പോൾ അതിൻ്റെതായ പക്വതയും ബുദ്ധിയും ഒക്കെ ഉണ്ടാകണം. അതല്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ അതൊരു വിധിയാകുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണയുമായി, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി വിധി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് ഒരു പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിഞ്ഞു കഴിഞ്ഞു. ഇനി അതാ തൊട്ടടുത്ത പള്ളിയിലേക്ക് തൊട്ടിരിക്കുകയാണ്. വീണ്ടും അടുത്ത പള്ളിയിലേക്ക് അവർ കയറി വരും. അങ്ങനെ ഓരോ പള്ളികളും പൊളിച്ച് അമ്പലം പണിയുക എന്ന ഒരു അജണ്ടയുമായിട്ടാണ് ഇങ്ങനെയുള്ള വിഭാഗം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാം എന്ത് ചെയ്യണം? എപ്പോഴും ഇങ്ങനെയുള്ള ശത്രുക്കൾക്കെതിരായി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 1690 ഔറംഗസീബാണ് ഗ്യാൻവാപ്പിയിൽ ആ പള്ളി പണിഞ്ഞത്. 1690 ഗ്യാൻവാപ്പിയിൽ പള്ളി പണിഞ്ഞപ്പോൾ, ഔറംഗസീബ് പള്ളി പണിഞ്ഞപ്പോൾ അന്നവിടെ ഒരൊറ്റ ക്ഷേത്രം പോലും ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ആ നാട്ടിൽ ഒരു ക്ഷേത്രവുമില്ലായിരുന്നു. പിന്നെങ്ങനെയാണ് ക്ഷേത്രം പൊളിക്കുന്നത്? ആദ്യമായി അവിടെ ക്ഷേത്രം വരുന്നത്, ഗ്യാൻവാപ്പിയിൽ ആദ്യമായി ക്ഷേത്രം വരുന്നത്, ആ സ്ഥലത്ത് ആദ്യമായി ക്ഷേത്രം വരുന്നത് 1690 പള്ളി പണിഞ്ഞെങ്കിൽ അതിനുശേഷം 110 വർഷങ്ങൾക്ക് ശേഷമാണ് 110 വർഷങ്ങൾക്ക് ശേഷമാണ് ഗ്യാൻവാപ്പിയിൽ പിന്നെ അമ്പലം വരുന്നത്. അപ്പോൾ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരമ്പലവും അവിടെ പൊളിച്ചിട്ടില്ല, ഒരമ്പലം പൊളിച്ചും പള്ളി പണിഞ്ഞിട്ടില്ല. അങ്ങനെ പണിയേണ്ട ആവശ്യം മുസ്ലിമീങ്ങൾക്കില്ല. അങ്ങനെ പണിയൽ അനുവദനീയവും അല്ല. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിൻ്റെ മറ്റൊരു നിയമം എന്താണ്?
ഒരാൾ അതാ ഒരു സഹോദരനെ ഇതര മത സമുദായത്തിൽപ്പെട്ടവൻ്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ടോ വാള് കാണിച്ചുകൊണ്ടോ കത്തി കാണിച്ചുകൊണ്ടോ നീ മുസ്ലിമാകടാ എന്ന് പറഞ്ഞാൽ ഇനി അവൻ പേടിച്ചിട്ട് മുസ്ലിം ആയാൽ പോലും അവൻ മുസ്ലിമല്ല. അങ്ങനെ ഒരാളെയും മുസ്ലിമാക്കാൻ പറ്റൂല. ഇസ്ലാമിൽ നിർബന്ധിച്ച് ഒരാളെയും മുസ്ലിമാക്കാൻ പറ്റൂല. കാരണം അവൻ മുസ്ലിമല്ല. സ്വന്തം മനസ്സുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം മുസ്ലിമായെങ്കിൽ മാത്രമേ ഒരാൾക്ക് മുസ്ലിമാകാൻ പറ്റുകയുള്ളൂ. ഇനി അവിടെ ഇരിക്കട്ടെ, പല സംസ്ഥാനങ്ങളിലും ജയ് ശ്രീരാം വിളിക്കാൻ പറയുമ്പോൾ ജയ് ശ്രീരാം വിളിക്കാത്തതിൻ്റെ പേരിൽ കുത്തിക്കൊന്ന, വെട്ടിക്കൊന്ന, എത്രയോ അടിച്ചു കൊന്ന എത്രയോ ചരിത്രമുണ്ട്, എത്രയോ സംഭവങ്ങളുണ്ട്. എന്നാൽ അവരങ്ങനെ ഇനി പേടിച്ചിട്ട് വിളിച്ചാൽ പോലും ഇസ്ലാമിൽ പുറത്തു പോവുകയും ഇല്ല. ഇസ്ലാമിൽ നീ പുറത്തു പോകണം, നീ ജയ് ശ്രീരാം വിളിക്കണം, അല്ലെങ്കിൽ ഹിന്ദുവാകണം എന്ന് പറഞ്ഞുകൊണ്ട് വാള് കാണിച്ചോ തോക്ക് ചൂണ്ടിയിട്ടോ കത്തി കാണിച്ചിട്ടോ അവനെ കൊണ്ട് ജയ് ശ്രീരാം വിളിപ്പിച്ചാലും, അതുപോലെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയെന്ന് പറയിപ്പിച്ചാലും ഒരിക്കലും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. അതാണ് പരിശുദ്ധമായ ഇസ്ലാം. മനസ്സുകൊണ്ടവൻ പുറത്തു പോയെങ്കിൽ മാത്രമേ പുറത്തു പോവുകയുള്ളൂ. മനസ്സിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് കരുതിയാൽ മാത്രമേ അവൻ പുറത്തു പോവുകയുള്ളൂ. ഭീഷണിപ്പെടുത്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഒരാളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നേയില്ല. അത് കാരണമായി അവന് യാതൊരു ശിക്ഷയുമില്ല എന്ന് പരിശുദ്ധമായ ഇസ്ലാം അടിവരയിട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ നിർബന്ധിച്ച് മുസ്ലിം ആക്കാൻ ശ്രമിച്ചാലും അവൻ മുസ്ലിം ആകുകയില്ല. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം. അതെല്ലാ സഹോദരന്മാരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല. നിർബന്ധിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാനും ഒരാൾക്കും സാധ്യമല്ല. അമ്പലം പൊളിച്ച് പള്ളി പണിയുക എന്നത് ഇസ്ലാമിന് സാധ്യമല്ല. ഇസ്ലാമിൻ്റെ നിയമത്തിനെതിരാണ്. അങ്ങനെ ചെയ്താൽ അവിടെ നിസ്കാരം ശരിയാവുകയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാത്ത കാലത്തോളം ഈ പള്ളികളൊക്കെ പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഇന്ത്യയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ മതേതരത്വ ഇന്ത്യയെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശത്രുക്കളെയെല്ലാം, ഇന്ത്യയെ നശിപ്പിക്കുന്ന, മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയുന്ന സർവ്വ ശത്രുക്കളെയും അള്ളാഹു നശിപ്പിച്ചു കളയുമാറാകട്ടെ. മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്തുകൊണ്ട് 1,24,000 വരുന്ന അംബിയാ മുർസലീങ്ങളുടെ ബറക്കത്തുകൊണ്ട്, മഹത്തായ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്തുകൊണ്ട് റഹ്മാനായ റബ്ബേ, ഈ ഇന്ത്യയിലെയും മറ്റു രാഷ്ട്രങ്ങളിലുമൊക്കെ മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന, അതുപോലെ മുസ്ലിമീങ്ങളുടെ പള്ളികൾ തകർത്ത് അമ്പലം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവ്വ ശത്രുക്കളെയും നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അവരെ നീ നശിപ്പിച്ചു കളയണം റഹ്മാനെ. അവരുടെ ഭരണങ്ങൾ നീ എടുത്തു മാറ്റണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്നീ സമയത്ത് ദുആരക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ഉണർത്താനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു, ഏതൊരു സമയത്താണെങ്കിലും ഒരു മുസ്ലിമായ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ആയുധം എന്ന് പറഞ്ഞാൽ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, അവൻ്റെ ആയുധം ദുആയാണ്, അവൻ്റെ ആയുധം പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രാർത്ഥന എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കണം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് ഓരോ ദിവസവും ധാരാളമായി ചൊല്ലിയിട്ട് നിങ്ങളൊക്കെ ദുആരക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളോട് ഉപദേശിച്ചിരിക്കുകയാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് ധാരാളമായി ചൊല്ലിയിട്ട് ദുആരക്കുക. നമുക്കെതിരെ തിരിയുന്ന ശത്രുക്കൾക്കെതിരായി ദുആരക്കണം. അങ്ങനെ ശത്രുക്കൾക്കെതിരെ ദുആരക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഏറ്റവും വലിയ ആയുധം ദുആയാണ് എന്ന്, പ്രാർത്ഥനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കുക. എന്താണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹു തീരുമാനിച്ചുകൊള്ളും. അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ദുആരക്കുക, റബ്ബിനോട് പറയുക എന്നതാണ്. അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും ഈ ദുആ മറന്നു പോകരുത്. ഈ ഇസ്ലാമെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന, പള്ളികൾ പൊളിക്കാൻ വേണ്ടി വരുന്ന ശത്രുക്കൾക്കെതിരെ എല്ലാവരും ദുആ ചെയ്യണമെന്ന്, പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.